ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഒരു ചെറിയൊരു മൂഡ് ട്രാക്കർ ചെയ്യാൻ പോവാണ്. ഞാനൊരു ബോർഡർ ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പെൻസിൽ എടുത്തിട്ട് അതിന് ചെറുതായിട്ട് ഇവിടെ നിന്ന് ചെറിയ ലൈനായിട്ട് ബോക്സ് വരയ്ക്കണം. അപ്പോൾ ഗായ്സ്, ഞാൻ ഇത് സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് എന്താ വെച്ചാൽ ഡിസൈൻ കൊടുക്കാവേ. അപ്പോൾ നമ്മളിതാ മൂഡ് ട്രാക്കറിന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാ സ്ക്വയർ ബോക്സും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പസിലായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതാ പസിൽ പോലെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ കലണ്ടർ നോക്കാം. 1 2 3 4 5 കള്ളികളുണ്ട്. അപ്പോൾ ഇതിലും നോക്കാം. 1 2 3 4 5 കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എഴുതാം. പെട്ടെന്ന് Thursday 1, Friday 2, Saturday 1 2 3 4 5 6 7 1 2 3 4 5 6 Saturday, Sunday 4, Monday 5, Tuesday 6, Thursday 7. നമ്മൾ ക്യൂട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഡിസൈൻസൊക്കെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊന്നും ഡിസൈൻ ചെയ്യരുത്, പക്ഷെ കളറൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. പക്ഷെ ഇങ്ങോട്ടായിട്ട് കൊടുക്കരുത്. ഇനി നെക്സ്റ്റ് ഇവിടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഗൈസ്, എനിക്ക് അറിയാവുന്ന ഇതൊക്കെ പഠിത്തന്നെ ഈ മാർക്കർ കൊണ്ട് കൊടുത്താൽ കുറച്ച് ഒന്ന് ഞാൻ കുറച്ച് ജെൽ പെൻ എടുത്തിട്ട് എനിക്ക് എന്തായാലും എഴുതാം. പക്ഷേ ഈ ജെൽ പെൻ വർക്ക് ആവുന്നില്ല, ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ഹാപ്പി എന്നാണ് ഞാൻ എഴുതിയത്. പിന്നെ നമുക്ക് സാഡ് എന്ന് എഴുതാം. ഇനി നമുക്ക് ആംഗ്രി എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ ഞാൻ കുറച്ചും കൂടി വരച്ചിട്ടുണ്ട്. ഹാപ്പി, സാഡ്, ആംഗ്രി, പൊലൈറ്റ്, എനിമി പോയിൻറ്റ്സ്, ഹാപ്പിയസ്റ്റ് ഡേ, എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കലണ്ടറിൽ ഫസ്റ്റ് ഡേ തന്നെയാണ് തുടങ്ങുക. ഞാൻ കുറച്ച് ലേറ്റായി പോയി തുടങ്ങുന്നതിനാണ്. പിന്നെ നമ്മൾ ഇന്ന് ഏതാ ദിവസം എന്ന് കൗണ്ട് ചെയ്ത്, ഇപ്പം ഇന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇന്ന് തേഴ്സ്ഡേ ആണെങ്കിൽ നമ്മൾ ഇതിൽ നോക്കിയിട്ട് ഇന്ന് ഹാപ്പി ആണോ, സാഡ് ആണോ, ആംഗ്രി ആണോ അങ്ങനെ നോക്കിയിട്ട് ഇതിൽ കളർ കൊടുക്കും. അപ്പോൾ ഏതാ കളറ് അത് നമുക്ക് ഇവിടെ കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക്
ഹാപ്പീന് ഞാനൊരു ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഹാപ്പീന് വെറും ഹാപ്പീന് ഇപ്പോൾ ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് സാഡിന് ഞാൻ ഒരു പേർപ്പിൾ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ആംഗ്രീന് റെഡ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പൊലൈറ്റിന് ഒരു പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അതും ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഓക്കെ, ഇനി എനിമി പോയിൻറ്റ്സിന് റെഡ്, വെറും റെഡ് അല്ല കേട്ടോ ഗൈസ്. അതിൻ്റെ മുകളിൽ ഞാൻ അങ്ങനത്തെ ഒരു വയലറ്റ് കളറിൽ ഇത് മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പേർപ്പിളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡാർക്ക് പേർപ്പിൾ ആകും. അങ്ങനത്തെ കളറാണ് ഞാൻ കൊടുത്തത്. പിന്നെ ഹാപ്പിയസ്റ്റ് ഡേന് ഞാനൊരു ലാവൻഡർ കളറാണ് കൊടുക്കുന്നത്. കാരണം എനിക്ക് ലാവൻഡർ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ലാവൻഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റിന് കുറച്ച് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമുക്ക് ഏതാ ഡേ എന്ന് നോക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എൻഡ് ഓഫ് ദ ഡേയിലാണ് ഏതാണ് നമുക്ക് ഹാപ്പി ആണോ ഇതാണോ എൻഡ് ഓഫ് ദ ഡേയിൽ മനസ്സിലാവും. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഹാപ്പി ആയിരുന്നു അത് എന്തൊക്കെയാണ് ഞാൻ ജേർണലിൽ എഴുതി വയ്ക്കുക. ഹാപ്പി എന്താ, ബിക്കോസ് എന്താണ് ഹാപ്പി ആയത് എന്നൊക്കെ എഴുതി വയ്ക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യൂട്ട് മൂഡ് ട്രാക്കർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് ബൈ.